നമസ്കാരം. ഡിവൈൻ റിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. പല നാമങ്ങളിൽ അറിയപ്പെടുന്ന മഹാശക്തിയാണ് വരാഹിയമ്മ. കഠിനമായ പൂജയോ വഴിപാടോ ഇല്ലാതെ ഏതാഗ്രഹവും ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചാലും ആ ആഗ്രഹം എല്ലാം ദേവി നടത്തിത്തരുന്നതാണ്. തിരിച്ച് ദേവിക്ക് നമ്മൾ കൊടുക്കേണ്ടത് വിശ്വാസമാണ്. പൂർണ്ണ വിശ്വാസത്തോടെ ദേവിയെ ആരാധിച്ചാൽ ദേവി നമ്മുടെ ജീവിതത്തിൽ പലവിധ നന്മകളും നൽകും. കഷ്ടപ്പാടിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം, ദുഃഖം, ദുരിതം, കടത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാത്തിനും ഒരു മാറ്റം വരാൻ ദേവി നമ്മളെ സഹായിക്കുന്നതാണ്. പലരുടെയും സംശയം, ഞാൻ മന്ത്രം ചൊല്ലിയല്ലോ, എന്നാൽ ദേവി എനിക്ക് പണമൊന്നും കൊണ്ട് തന്നില്ലല്ലോ എന്നാണ്. മന്ത്രം ചൊല്ലുക, കൂടെ നമ്മുടെ ജോലിയും ചെയ്യുക, നമ്മുടെ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക, കൂടെ ദേവിയെ ആരാധിക്കുക. അപ്പോൾ ദേവി നമുക്ക് തരാനുള്ളത് കൃത്യമായി നമുക്ക് തന്നെ തന്നിരിക്കും. ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് കൂടെ നമ്മുടെ ജോലിയും കൂടെ ചെയ്ത് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവരാൻ ദേവി നമ്മളെ സഹായിച്ചിരിക്കും. മനസമാധാനം അനുഭവിക്കാനുള്ള സിറ്റുവേഷൻ വന്നു ചേരും. അമ്മ കൂടെ തന്നെ ഉണ്ടാകും. അമ്മ അതിനുള്ള നമുക്ക് മനസമാധാനവും സന്തോഷവും കിട്ടുന്ന അവസരം നമുക്കുണ്ടാക്കി തരും. അമ്മയെ വഴിപാട് നടത്തുന്നതിലൂടെ, മനസ്സുരുകി പ്രാർത്ഥിക്കുന്നതിലൂടെ ജോലി ലഭിക്കാനും, വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹം നടക്കാനും, വിൽക്കാൻ സാധിക്കാത്ത ഭൂമി വിൽക്കുവാനും, പുതുതായി ഭൂമി വാങ്ങുവാനും, വീട് നിർമ്മാണം പൂർത്തീകരിക്കുവാനും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അമ്മ വഴി തുറന്നു തരുന്നതാണ്. ഒരമ്മയെപ്പോലെ വിശ്വസിച്ച് അമ്മയ്ക്കായി പൂജയും വഴിപാടും ചെയ്ത് കൂടെ അവരവരുടെ ജോലിയും ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ച് അമ്മയിൽ വിശ്വാസമർപ്പിച്ച് ഇതെല്ലാം അമ്മയിൽ നിന്ന് നേടിയെടുത്ത ധാരാളം പേരുണ്ട്. തന്നെ വിശ്വസിച്ച് വരുന്ന ഭക്തൻ്റെ ഏതൊരാവശ്യവും അമ്മ നേടിക്കൊടുക്കുന്നതാണ്. പക്ഷേ പ്രാർത്ഥന എപ്പോഴും ജെനുവിനായിരിക്കണം. മറ്റൊരാളെ ദ്രോഹിക്കുന്ന രീതിക്കോ കള്ളത്തരം കാണിക്കുന്ന രീതിക്കോ ആയിരിക്കാൻ പാടില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ച സംശയമാണ് ദേവിക്ക് ദീപം വയ്ക്കുന്നതിനെക്കുറിച്ച്. ദേവിക്ക് ദീപം വയ്ക്കുന്നവർ ദേവിക്ക് മാത്രമായി ഒരു ദീപം മാറ്റിവെക്കുക, അതായത് ഒരു മൺചിരാത് മാറ്റിവെക്കുക. മറ്റ് ദൈവങ്ങൾക്ക് വയ്ക്കുന്ന ദീപത്തിൽ കൂട്ടിച്ചേർക്കരുത്. വരാഹി ദേവിയുടെ വഴിപാട് ചെയ്യുമ്പോൾ മാത്രം ഇത് ഉപയോഗിക്കുക. അത് ഡെയിലി വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം. അതല്ല, അമ്മയുടെ വിശേഷപ്പെട്ട നാളുകളായ പഞ്ചമിയിലോ അമാവാസ്യ, പൗർണമി, അഷ്ടമി ഇങ്ങനെയുള്ള ദിവസങ്ങളിലോ ആണെങ്കിൽ ആ ദിവസം മാത്രം അത് ഉപയോഗിക്കുക. എപ്പോഴും മനസ്സ് ശുദ്ധമായി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും വരാഹി ദേവി നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകും. എത്ര ദുഃഖത്തിലിരിക്കുന്ന തൻ്റെ ഭക്തനെയും അമ്മ കൈവിടുകയില്ല. അമ്മയിൽ വിശ്വാസം അർപ്പിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അമ്മ തീർച്ചയായും തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതാണ്. ചെറിയ ഒരു വഴിപാട് പോലും അമ്മയ്ക്ക് മനം കുളിർന്ന് അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. പണത്തിന് പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ വേറെ ഒരു മാർഗവുമില്ല എന്ന സിറ്റുവേഷനിൽ നമ്മൾ വരാഹി അമ്മയെ വിളിച്ച് ചൊല്ലേണ്ട അതിശക്തമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആവശ്യം അത്രയ്ക്കും ജെന്യൂനും നിക്കക്കള്ളിയില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ഈ മന്ത്രം ചൊല്ലാൻ പാടുള്ളൂ. അപ്പോൾ ചോദിക്കും, അമ്മ പൈസ കയ്യിൽ കൊണ്ടുവന്ന് തരുമോ എന്ന്. അമ്മ പൈസ കയ്യിൽ കൊണ്ടുവന്ന് തരുമില്ല. അമ്മ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും സഹായിച്ച് നമ്മുടെ കയ്യിൽ പൈസ എത്തിക്കാനുള്ള ഒരു അവസരം അമ്മ ഉണ്ടാക്കി തരുന്നതാണ്. ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ അമ്മ ഒരിക്കലും കൈവിടുകയില്ല. സ്ത്രീകൾ പീരീഡ്സ് ആയിരിക്കുമ്പോഴോ പുലവാലായ്മയുള്ളപ്പോഴോ കുളിക്കാതെയോ നോൺ വെജ് ഭക്ഷണം കഴിച്ചിട്ടോ ഈ മന്ത്രം ചൊല്ലാൻ പാടുള്ളതല്ല. അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലോ, അത് പറ്റാത്തവർക്ക് രാത്രി 7 മണിക്ക് മേലെ 11 മണിക്കിടയ്ക്കുള്ള സമയത്തോ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. സാമ്പത്തിക പുരോഗതിക്ക് ഈ മന്ത്രം ചൊല്ലുന്നത് വളരെ ഉത്തമമായ ഒന്നാണ്. 3 ദിവസം അടുപ്പിച്ചായിട്ട്, അതായത് കണ്ടിന്യൂസ് 3 days 9 times 9 തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. മഹാശക്തിയേറിയ അമ്മയുടെ ആ മഹാമന്ത്രം ഇതാണ്: ഓം ഐം ക്ലീം സൗം വരാഹി വശ്യ വശ്യ സ്വാഹ. ഓം ഐം ക്ലീം സൗം വരാഹി വശ്യ വശ്യ സ്വാഹ. ഓം ഐം ക്ലീം സൗം വരാഹി വശ്യ വശ്യ സ്വാഹ.
സൗം വരാഹി വശ്യ വശ്യ സ്വാഹ. ഓം ഐം ക്ലീം 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 സൗം വരാഹി വശ്യ വശ്യ സ്വാഹ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.